കുഞ്ചിക്കോട് കിൻഫ്രയിലെ ജോലി തേടി പാലക്കാട്ടെത്തിയ രാംനാരായണൻ വഴി തെറ്റിയിട്ട് വാളയാർ അട്ടപ്പള്ളത്തെത്തുമ്പോ അയാളെ മോഷ്ടാവെന്ന് ആരോപിച്ചിട്ടാണ് ആൾക്കൂട്ട വിചാരണ നടക്കുന്നത്. ബംഗ്ലാദേശിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ, ബംഗ്ലാദേശിയാണെന്ന് ആരോപിക്കുകയാണ് നമ്മൾ. അങ്ങനെ ക്രൂരമായി തല്ലിക്കൊല്ലുകയാണ് ഒരു മനുഷ്യനെ. രക്തം വാർന്ന് പാവം ഒരു മനുഷ്യൻ 1.5 മണിക്കൂർ സമയമാണ് റോട്ടിലേക്ക് അടക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആരും വന്നില്ല. പോലീസ് എത്തിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയില്ലേ? ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയധികം മർദ്ദനമേറ്റ മൃതദേഹം ആദ്യമായാണ് കാണുന്നതെന്ന്. ചെറുവിരൽ മുതൽ തലയോട്ടി വരെ തകർന്നു പോയിട്ടുണ്ട്, വാരിയെല്ലുകൾ നുറുങ്ങിപ്പോയിട്ടുണ്ട്, ശരീരത്തിന്റെ പുറം ഭാഗം മുഴുവനും വടികൊണ്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്, ചവിട്ടിയതിന്റെയും വലിച്ചഴിച്ചതിന്റെയും പാടുകളുണ്ട് ദേഹമാകെ. മരണത്തിന് ശേഷം മർദ്ദനം തുടർന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരു മനുഷ്യനോട് നമ്മൾ സ്വീകരിച്ച സമീപനം നോക്കൂ. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. 20ഓളം വരുന്ന ആളുകൾ ഇദ്ദേഹത്തെ തല്ലിക്കൊല്ലുന്ന സന്ദർഭത്തിൽ ചുറ്റുമുണ്ടായിരുന്നുവെന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നാണിച്ചു തല താഴ്ത്തണം നമ്മുടെ നാട്. വിശക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം നമ്മൾ അയാളെ തല്ലിക്കൊല്ലുകയാണ്. KGS അദ്ദേഹത്തിന്റെ കവിതയിൽ പാടുന്നുണ്ടല്ലോ, മയക്കുമരുന്നിൽ വാടി വരുന്ന സ്വപ്നം ഓടയിൽ വീണടിഞ്ഞോളും, വിശപ്പ് തിന്ന് വരണ്ട ക്രുദ്ധ സ്വപ്നം ചാവില്ല തച്ചാലും കൊന്നാലും എന്നാണ്. ആ മനുഷ്യന്റെ സങ്കടങ്ങൾ ഇവിടെ ബാക്കിയാവുകയാണ്, ആ മനുഷ്യന്റെ പരിവേദനകൾ ഇവിടെ ബാക്കിയാവുകയാണ്. നാണിച്ചു തല താഴ്ത്തേണ്ട വിധത്തിലേക്ക് നമ്മുടെ നാടിന്റെ അഭിമാനബോധം ക്ഷയിച്ചു പോവുകയാണ്. ആരാണ് ബംഗ്ലാദേശി എന്ന് പറഞ്ഞ് പരകീയവൽക്കരണം സാധ്യമാക്കിയത്? ആ മനുഷ്യനെ തല്ലിക്കൊല്ലാനുള്ള അനുമതി നമ്മൾ സമ്പാദിച്ചത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും വികസനത്തിന്റെയും സാക്ഷരതയുടെയും ഉയരങ്ങളിൽ നമ്മുടെ മാതൃകകൾ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത ജാതിബോധമുണ്ട്, വർണ്ണവിവേചനമുണ്ട് എന്നതിൻ്റെ കൃത്യമായ ചിത്രമായി രാംനാരായണന്റെ വധം നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. 7 വർഷം മുമ്പ് 2018 മധുവിനെ തല്ലിക്കൊന്നതും ആൾക്കൂട്ടമായിരുന്നല്ലോ. നമ്മുടെ രാജ്യത്തെ ആൾക്കൂട്ടത്തിന്, നമ്മുടെ തെരുവീഥികളിൽ ആൾക്കൂട്ടത്തിന് ഇതിനുള്ള അധികാരം കൈമാറ്റം ചെയ്യുന്നത് ആരാണ്? ബംഗ്ലാദേശിയാണെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന ധാരണ സൃഷ്ടിച്ചത് ആരാണ്? നമ്മൾ ആലോചിക്കണം. രാജ്യത്തെ പൗരന്മാരെ പുറത്താക്കാൻ വേണ്ടി കരിനിയമങ്ങൾ ഇങ്ങനെ ചുട്ടെടുക്കുന്ന ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. മനുഷ്യരെ വിഭജിക്കുന്നതാകരുത് നമ്മുടെ താല്പര്യങ്ങൾ. നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനത്തെയും ഈ രാജ്യത്തിന്റെ പുരോഗതിയെയും വികസനത്തെയും